സാക്ഷിയാക്കാനും എന്നെ ഒരുക്കിയതിനെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ടിൻറ്റു. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കാഞ്ഞൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ അയർലൻഡിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് 2 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ നഴ്സിംഗ് പാസ്സായിട്ട് ഞാൻ 2004 ജനറൽ നഴ്സിംഗ് പാസ്സായതാണ്. 20 വർഷം കഴിഞ്ഞു. എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. OET എക്സാം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. 20 വർഷങ്ങൾക്ക് ശേഷമാണ്. ഞാൻ ഇതിക്ക് മുമ്പ് OET എഴുതണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയായിരുന്നു. ഓൺലൈൻ ക്ലാസ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഞാനവിടെ 2 വർഷമായിട്ട് നൈറ്റ് ഡ്യൂട്ടിയാണ്. 4 ദിവസം നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, 12 hours. അതിൻ്റെ ഇടയിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണു. നമ്മളുടെ ഇവിടുത്തെ സമയവും അവിടുത്തെ സമയവും 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ 12:30-1 മണിയാവും. അതിന് ശേഷമാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് 3 മണി 7 മണി ആ സമയത്താണ് ഉള്ളത് ഇവിടുത്തെ സമയം. അപ്പോൾ വന്ന് ഉടനെ തന്നെ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് എന്നെ പഠിപ്പിക്കുന്ന ട്യൂട്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു 10-70 സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് ഇത്രയും മോശമായിട്ട് ഞാൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്തിട്ടും എനിക്ക് സ്പീക്കിംഗ് ആളുടെ അടുത്ത് ഒരു സ്പീക്കിംഗ് പോലും മര്യാദയ്ക്ക് ഞാൻ എൻ്റെ പ്രാക്ടീസ് ടൈമിൽ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടായാലും അല്ലാതായാലും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആൾ പറഞ്ഞു, ഇത്രയും 70-75 കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഇതായിട്ട് കോൺഫിഡൻസ് ഇല്ലാതെയും ഇത്രയും ഇങ്ങനെ സ്പീക്ക് ചെയ്യണ ആളുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ ഒരാളില്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണ്. ഞാൻ പക്ഷേ എക്സാം എഴുതണം എന്ന് എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ വന്നേക്കാൻ മുമ്പ് ഞങ്ങളുടെ അവിടെ ചർച്ചിലുള്ള ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ അസംത. ആ സിസ്റ്ററുടെ അടുത്ത് ചോദിച്ചായിരുന്നു, ഞാനിങ്ങനെ എക്സാം എഴുതണം, എനിക്ക് ഇപ്പോൾ ഡേറ്റ് എടുക്കുന്ന കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ജൂണിൽ എക്സാം എഴുതാൻ പറഞ്ഞായിരുന്നു. അതനുസരിച്ചിട്ട് ഞാൻ ജൂൺ 1 എക്സാം ഡേറ്റ് ബുക്ക് ചെയ്തു. ഞാൻ മെയ് 26 ഞാൻ അയർലൻഡിൽ നിന്ന് ഇവിടെ എത്തിയത്. വന്ന അന്ന് തന്നെ ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരിട്ട് ഇവിടെ വന്നിട്ട് അന്നൊരു സൺഡേ ആയിരുന്നു. ഉടമ്പടി എടുത്തു. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നപ്പോൾ തന്നെ ഹസ്ബൻഡിൻ്റെ അമ്മച്ചിയുടെ അടുത്തും പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. സൺഡേ ആയതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് വർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്നു. ഞാനിവിടെ വന്ന് ഈ കൃപാസനം ഇവിടേക്ക് കയറണേക്കാൾ മുമ്പ് ഈ നടയെ വെച്ച് തന്നെ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു. അപ്പം ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല, കാരണം അതിൻ്റെ സൈഡിൽ അവിടെ അവർ പൂമാലകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു അങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെ മണം വന്നു, അവിടെ അവർ വെക്കണ്ടല്ലോ, അതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അങ്ങനെ അവിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ മോളും കൂടിയാണ് ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് മുകളിലേക്ക് കയറിപ്പോയി. ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്ത് തിരിച്ച് ഇറങ്ങി വരുന്ന ആ സ്റ്റെപ്പ്, ഒരു ഫുൾ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞ് 2ാമത്തെ സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങിയപ്പോൾ എനിക്കും എൻ്റെ മോൾക്കും ഒപ്പം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വീണ്ടും ലഭിച്ചു. അപ്പോൾ എൻ്റെ മോളെ എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും കിട്ടണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ പല സാക്ഷ്യങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട്, മാതാവ് പ്രത്യക്ഷപ്പെടാറുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് ഇങ്ങനെ മാതാവിൻ്റെ ഒരു പ്രത്യക്ഷപ്പെടൽ അനുഭവിക്കാൻ സാധിക്കുമോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ഉടമ്പടി എടുത്തൊരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൈറ്റിൽ ഇതുപോലെ ഒരു വെളുപ്പിനാന്ന് തോന്നുന്നു ഒരു സ്വപ്നം കണ്ടു. അതായത് ഈ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോയും 2 സൈഡിൽ മാലാഖമാരുടെ ചിറകുണ്ടല്ലോ, അല്ലാത്ത ആ മാതാവിൻ്റെ ഒരു ഇത് മാത്രം കൃപാസനത്തിൻ്റെ മുകളിൽ മാതാവ് നിൽക്കണതായിട്ടും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു വെല്ലുമിച്ചിയുണ്ട്. ആ വെല്ലുമിച്ചിക്ക് ഒരു 80 വയസ്സിൽ മുകളിൽ പ്രായമുണ്ട്. അങ്ങനെ എങ്ങും അധികം ദൂരയാത്രയ്ക്കൊന്നും പോണ ആളല്ല. ഞങ്ങളുടെ അടുത്തല്ല വെല്ലുമിച്ച് താമസിക്കണത്, വേറെയാണ്. ആളുടെ മക്കളൊക്കെ പുറത്താണ്, വെല്ലുമിച്ച് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആ വെല്ലുമിച്ചിനെയും മാതാവിനെയും ഒരുമിച്ചാണ് ഞാൻ സ്വപ്നം കണ്ടത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വെല്ലുമിച്ചിയും മക്കൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്, അമേരിക്കയിൽ നിന്ന്. അവരുടെ കൂടെ വെല്ലുമിച്ചിയും വൈകിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടായിരുന്നല്ലോ,
അതായിരിക്കും, മാതാവ് തന്നെ വന്നതായിരിക്കുമെന്ന് എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായി. പിന്നെ ഞാൻ 1-ാം തീയതി എക്സാമിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഒത്തിരി അത്ഭുതങ്ങൾ നടന്ന സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 26-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. 27-ാം തീയതി അന്ന് അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു, സൺഡേ ആയതുകൊണ്ട്. ഞാൻ എന്നിട്ട് വീണ്ടും 27-ാം തീയതി വീണ്ടും ഞാൻ വന്നു, അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിയായിരുന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് ഒരു കാശ് രൂപം തന്നിട്ട് പറഞ്ഞായിരുന്നു, ഇത് പഠിക്കാനിരിക്കുമ്പോൾ ഇത് കയ്യിൽ പിടിച്ചിട്ട് വേണം പഠിക്കാനെന്ന്. ഞാൻ അങ്ങനെ ചെയ്തു. 1-ാം തീയതി ഞാൻ പോയപ്പോൾ ഉടമ്പടി ഉപ്പ് കയ്യിൽ പിടിച്ചായിരുന്നു. അന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ അലിഞ്ഞു പോവും. അപ്പം ഞാൻ അതുകൊണ്ട് എൻ്റെ എക്സാം എഴുതാൻ കൊണ്ടുപോയ ഷാർപ്പ്നറിൻ്റെ ഉള്ളിൽ ഉപ്പിട്ടിട്ട് പോയായിരുന്നു. ഞാൻ കയ്യിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മഴയായതുകൊണ്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയായിരുന്നു. ഷാർപ്പ്നറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഉപ്പ് ഞാൻ എക്സാം ഹോളിൽ ഇരുന്നപ്പോൾ അത് ഞാനിരുന്ന ചെയറിലും ടേബിളിലും ഞാനിട്ടു. പിന്നെ ഒരു 2-3 തരി അതിനകത്ത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മൊഡ്യൂളും കിട്ടുന്ന സമയത്ത് കുറച്ച് സമയം അവരിങ്ങനെ അനൗൺസ് ചെയ്യണ സമയത്ത് ഞാനത് വെച്ചിട്ട് അതിനകത്ത് കുരിശടയാളം വരച്ചായിരുന്നു. സ്പീക്കിംഗ്, റൈറ്റിങ്, ലിസണിങ് ഭയങ്കര പാടായിരുന്നു. ആദ്യത്തെ കേട്ട് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല, പക്ഷേ 2 പാട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് വിശ്വാസപ്രമാണം ചെല്ലണം, നന്മ നിറഞ്ഞ മറിയം ചെല്ലണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഒന്നും ചൊല്ലിയിട്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റണില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മാറ്റണമെന്ന്. ഞാൻ എൻ്റെ ഉടമ്പടിയിലും ആദ്യത്തെ നിയോഗമായിട്ട് അത് തന്നെ എഴുതിയായിരുന്നേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ലിസണിങ്ങിനെ ഒന്നും തന്നെ കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഓരോന്നും ആ ക്വസ്റ്റ്യൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ഞാൻ അതിനകത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റണില്ല. റീഡിങ് ഇതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം, OET എക്സാം എഴുതുന്നവർക്ക് ടഫാണ്. പക്ഷേ പാട്ടാണ് എളുപ്പമെന്ന് എല്ലാവരും പറയണു. 15 മിനിറ്റ് കൊണ്ട് 20 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അതിനകത്ത് എനിക്ക് പ്രാക്ടീസ് ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷേ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് 2-3 ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്നും മനസ്സിലായി. ഞാൻ ലാസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത് വിട്ടു. പക്ഷേ അവിടെ ടൈം പോയത്, ടൈമറിൽ കാണിക്കുന്ന സമയം ഞാൻ നോക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പെൻ ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് അവർ പേപ്പർ അവിടെ നിന്നിരുന്ന എക്സാമിനർ എൻ്റെ തൊട്ടടുത്തായിരുന്നു നിന്നിരുന്നത്. അവരെൻ്റെ കയ്യിൽ നിന്ന് ഫസ്റ്റ് തന്നെ പേപ്പർ വാങ്ങിച്ചിട്ട് പോയി. അത് എൻ്റെ B പാട്ടും C പാട്ടും എനിക്ക് ഒന്നും തന്നെ മനസ്സിലാവണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് ഈ കാശ് രൂപം വെച്ചിട്ടാണ് ഓരോ ആൻസറുകളും ഞാൻ ചെയ്തത്. C പാട്ടിൽ 16 ക്വസ്റ്റ്യനിൽ 8 ക്വസ്റ്റ്യൻ ഞാൻ ആ പാസേജ് ഒരു ലൈൻ പോലും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ഇത് 100% മാതാവ് എന്നെ അത്ര കണ്ട് അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഞാൻ ആ എക്സാം പാസ്സായി.